രണ്ടുണ്ട്. വീട്ടിലൊക്കെ പണിക്കുന്ന ആൾക്കാരായി ഈ കണ്ട കാലം ഞങ്ങൾ സ്വന്തം പാർട്ടിയാണ്, നമ്മുടെ പാർട്ടിയുടെയാണ്. പക്ഷെ ഇങ്ങനെ ആഘോഷിച്ച അമ്മാരി വെപ്പിക്കല ചോര കുറിച്ചൊന്നും വരാൻ പോരാ. ഇങ്ങനെ ചോര വെള്ള പെയിന്റ് അടിച്ച അടുപ്പിച്ച് നമ്മളെ 3 മാസത്തോളം ഇടങ്ങാനാക്കിയത് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രതികാരം നിങ്ങളിപ്പോൾ ഈ കണ്ടത് മെയ് 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞപ്പോൾ നമ്മുടെ സ്വകാര്യ ബസ് ജീവനക്കാരും അതേപോലെ തന്നെ ഇവരുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ മുതലാളിമാരും അതിൽ പണിയെടുക്കുന്ന തൊഴിലാളിമാരും ഒക്കെ ചെയ്തൊരു പ്രകടനവും പ്രഹസനവും ഒക്കെയാണ്. എന്താണ്? ഓലപ്പടക്കം എടുത്തിട്ട് മാലപ്പടക്കമൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുകയാണ്. KB ഗണേഷ് കുമാർ തോറ്റുപോയി, അതാണ് സന്തോഷം. ഗണേഷ് കുമാർ തോറ്റുപോയത് മാത്രമാണോ സന്തോഷം? അല്ല, ഇടതുപക്ഷം ഇവിടെ നിന്ന് ഇടതുപക്ഷത്തിനെ വേരോടെ പറിച്ചെറിയാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ സന്തോഷം. വലതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ സ്ഥാനം ഒരുക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വേറൊരു സന്തോഷം. അപ്പോൾ ഈ രീതിയിൽ സന്തോഷ പ്രകടനം നടത്തി ഈ രീതിയിൽ പടക്കം പൊട്ടിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആ മറുപടി നിങ്ങളെ കാണിച്ചു തരാം. അതിന് ഗണേഷ് കുമാർ തന്നെ കൊടുക്കുന്നതിന് മറുപടിയുണ്ട്. ഗണേഷ് കുമാറിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുകയാണ്, ഈ ബസ് ജീവനക്കാർക്ക് ഇന്ന് സ്വകാര്യ ബസ് ജീവനക്കാരെല്ലാം ബസ്സിന് ഫ്രണ്ടിൽ റീത്ത് വെക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ 35-36 വർഷങ്ങളോളം നല്ല രീതിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന പല ബസ്സുകളുടെയും ഫ്രണ്ടിൽ റീത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ചെയ്യുന്ന തോന്നിവാസങ്ങൾ കാരണം അവരുടെ ഉപജീവന മാർഗം വഴിമുട്ടിപ്പോയി, അവരുടെ വരുമാനമെല്ലാം നിലച്ചുപോയി. അവർക്ക് വീട്ടിൽ ഈ പറയുന്ന ബസ്സിൽ ജോലി ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് അന്നം കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള അന്നം തേടാനായിട്ട് സാധിക്കുന്നില്ല. അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഗണേഷ് കുമാർ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ തന്നെ എല്ലാം ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ കുത്തിയും കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് കണ്ടുപോകാം. കണ്ടില്ലേ, ഒരു മറുപടി, ചെറിയൊരു മറുപടി അദ്ദേഹം കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ? അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ട് പറയാം. ഇനിയിപ്പോൾ എന്തായാലും സമയമുണ്ടല്ലോ, ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടെന്നേ. ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, ഞങ്ങളിത് മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നുള്ള രീതിയിലാണ് ഗണേഷ് കുമാർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ പിണറായി വിജയനും ഗണേഷ് കുമാറും ഒക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ KSRTC എന്ന് പറയുന്നൊരു സാധനം ഏറ്റവും വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കിടന്നിരുന്ന KSRTC എന്ന് പറയുന്ന ഒരു സംരംഭം, ആ സംരംഭം കട്ടപ്പുറത്ത് കിടന്നിരുന്ന പല ബസ്സുകളും നിരത്തിലിറക്കി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ ആ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്ത് എല്ലാ തൊഴിലാളികൾക്കും KSRTC ബസ്സിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് വേതനവും കൊടുത്ത്, താൽക്കാലിക ജീവനക്കാർക്കാണെന്നുണ്ടെങ്കിൽ 2 തവണയായിട്ട് ഗഡുക്കൾ പോലെ അവരുടെ സാലറി വരും. ആ സാലറി ഒരു മാസം 2 തവണയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെയും കൃത്യമായിട്ട് നോക്കി കണ്ട് ചെയ്തിരുന്ന ആളുകളാണ് ഗണേഷ് കുമാറും അവരുടെ കൂട്ടത്തിലുള്ള ആളുകളും. അപ്പോൾ ഗണേഷ് കുമാർ ഈ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ നോക്കിയും കണ്ടും ചെയ്ത് ഗണേഷ് കുമാറിനോടൊപ്പം നമ്മുടെ ഇടതുപക്ഷത്തിലുള്ള പല മിടുക്കന്മാരും പല കാര്യങ്ങളും ചെയ്തതിൻ്റെ ഫലമായിട്ട് KSRTC എന്ന് പറയുന്ന ഒരു മേഖല ഒരു രീതിയിലും ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ പുതിയൊരു പാർട്ടി വന്ന സമയത്ത് എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്? സ്വകാര്യ മേഖല എന്ന് പറയുന്നത് അപ്പാടെ തകർന്നടിഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് മാറി. KSRTC എന്ന് പറയുന്നതോ നല്ല രീതിയിൽ കഴിവുള്ളവരും ആണത്തമുള്ളവരും നിശ്ചയദാർഢ്യമുള്ളവരും ഈ അപ്പപ്പ കാണുന്നതിന് അപ്പാന്ന് വിളിക്കാൻ അറിയാത്തവരും അവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള നല്ലൊരു സംരംഭത്തിനെ തകർത്ത് മുടിപ്പിക്കാനായിട്ട് കുറച്ച് ആളുകൾ അധികാരത്തിൽ വന്നു. എന്നിട്ട് അവരെന്താ ചെയ്തത്? അത് തകർത്ത് മുടിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം അതിനെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു വെക്കുക എന്ന് പറഞ്ഞാൽ ആരോടോ ഉള്ള വീറും വാശിയും കാണിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. CP ജോൺ എന്ന് പറയുന്ന ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നലെ പറഞ്ഞല്ല അതിന് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താ, പ്രിയദർശിനി സൗജന്യ യാത്രയുണ്ടല്ലോ സ്ത്രീകൾക്ക്, പ്രിയദർശിനി ബസ്സുകൾ വന്നതോടുകൂടി വലിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. നമ്മുടെ ഫണ്ടില്ല, ഈ പറയുന്ന താൽക്കാലിക ജീവനക്കാർക്ക് വേതനം കൊടുക്കാനായിട്ടുള്ള ഫണ്ട് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇതെന്തായാലും നമ്മുടെ ആ ഒരു ഗതാഗത മേഖല അല്ലെ KSRTCയെ വല്ലാത്ത രീതിയിൽ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആ സമയത്ത് ഗതാഗത മന്ത്രി പറഞ്ഞത്. എന്നാൽ പിന്നീട് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അതൊരു മലക്കം മറിച്ചിൽ അതിലും നടത്തി. അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മുടെ KSRTC ഒന്നും സാരമായിട്ട് ബാധിച്ചിട്ടില്ല, KSRTCയിൽ പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന് പറയുന്നത് വളരെയധികം സക്സസ് ആണെന്നാണ്. അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ അടുത്ത് ചോദിച്ചതിന് മറുപടി അദ്ദേഹം പറയുന്നതിൻ്റെ ബാക്കി നമുക്കൊന്ന് കേട്ടു നോക്കാം. അവര് പായസം വെച്ച് കുടിച്ചില്ലേ,
കുടിക്കട്ടെ, അവരെ നിർത്തുമ്പോ നമ്മളൊരു വായ ശ്രമിക്കുന്നുണ്ട്. ഇത് ഗണേഷ് കുമാർ പോയ സമയത്ത് നമുക്കറിയാം, ഈ ഗതാഗത മന്ത്രി ആയിരുന്ന KB ഗണേഷ് കുമാർ തോറ്റ് പടിയിറങ്ങി പോകുമ്പോൾ ഈ പല ഓഫീസുകളിലും ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അന്നത്തെ സർവീസിലുള്ള ആളുകൾ തന്നെയും പൊങ്കാല ഇടുകയും തിരുവാതിര കളിക്കുകയൊക്കെ ചെയ്ത കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഗണേഷ് കുമാറിനെ ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ച് വിട്ടത് തങ്ങളുടെ വലിയൊരു വിജയമാണെന്നും തങ്ങളുടെ ഒരു ജീവിതാഭിലാഷം നേടിയെടുത്തു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിറവേറി, അല്ലെങ്കിൽ അവർ നിറവേറ്റിയെടുത്തു എന്നൊക്കെ പറയുന്ന രീതിയിൽ മെഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ സാധൂകരിച്ച് അതിനുള്ള തിരിച്ചൊരു മറുപടി എന്നോണം തന്നെയാണ് KB ഗണേഷ് കുമാർ ഈ ഒരു കാര്യത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാമായിരുന്നു ഈ സ്വകാര്യ മേഖലയിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് 8ന്റെ പണി കിട്ടുമെന്നുള്ളത്. ആ പണി ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ച കാണുന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനിയും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. പൂക്കികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പൂക്കിത്തരം ഇതിൻ്റെ അപ്പുറത്തെ പൂക്കിത്തരവും കാണിക്കും എന്നുള്ളത് നന്നായിട്ട് അറിയാമെന്നാണ് ഗണേഷ് കുമാർ അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഗണേഷ് കുമാർ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം വേറൊരു കാര്യം, ഏറ്റവും അവസാനം ഒരു കുത്തൽ പോലൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? നമ്മൾ പോയപ്പോൾ പൊങ്കാലയൊക്കെ ഇട്ടും പായസമൊക്കെ വെച്ചും ആഘോഷിച്ചതല്ലേ, ഡാൻസ് കളിച്ചും തിമിർക്കുകയും തകർക്കുകയൊക്കെ ചെയ്തതല്ലേ. ഇനി അവരുടെ അവസാനം വരുമ്പോൾ അവരിതെല്ലാം പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കുമ്പോൾ നമ്മളും ഒരു പൊങ്കാല ഇടുന്നുണ്ട്. ഒരു അല്പം പോലും ഈ KB ഗണേഷ് കുമാർ ഇത് പറയുമ്പോൾ ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഒട്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു മനുഷ്യനാണ് ഗണേഷ് കുമാർ എന്ന് നമുക്കൊക്കെ തോന്നിപ്പോകും അല്ലേ. ശരിയാണ്, മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസാക്ഷി എന്ന സാധനമോ ഒന്നും അദ്ദേഹത്തിനില്ല. അതിൻ്റെ ആവശ്യകത എന്താണ്? അദ്ദേഹം വളരെയധികം വ്യക്തമായിട്ടും കൃത്യമായിട്ടും കാര്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ എവിടെ ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി നേരത്തെ ഒരു തീരുമാനമുണ്ടായി, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ച് അതിൻ്റെ ഡിഗ്രിയും എടുത്തിട്ടാണ് അയാൾ ഈ ഒരു അധികാരത്തിലേക്ക് വന്നത്. അല്ലാതെ നമ്മുടെ ഇന്നത്തെ വൈദ്യുതി മന്ത്രിയൊക്കെ പോലെ സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തും, അതാണ് വൈദ്യുതി എന്ന് പറയുന്നത് പോലത്തെ കാര്യങ്ങളൊന്നും അല്ല ഇവർക്ക് അറിയാവുന്നത്. വാഹനങ്ങളെപ്പറ്റി A to Z കാര്യങ്ങൾ അറിയാവുന്ന ഒരു വണ്ടിപ്രാന്തൻ തന്നെയായിരുന്നു KB ഗണേഷ് കുമാർ. അപ്പോൾ ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ച് KB ഗണേഷ് കുമാറിനെ തോൽപ്പിച്ചത് ജീവിതത്തിലെ വലിയൊരു സന്തോഷകരമായ നിമിഷം, തങ്ങൾ ചെയ്തൊരു വലിയൊരു മഹത്വമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടിമകൾ ഇന്ന് കരയുകയാണല്ലേ. ശരിക്കും കരഞ്ഞോടാ മക്കളെ. എനിക്ക് ഒരു സിമ്പതിയും ഒരു വിഷമവും ഇവരെ പറ്റി ഓർത്തിട്ട് തോന്നുന്നില്ല. കാരണം ആഘോഷിച്ചതല്ലേ. ആദ്യം കണ്ടില്ല ആ ചേട്ടൻ എന്താ ഒരു തിടുക്കം, എന്താ ഒരു തിളപ്പ്, ചോരയ്ക്ക് എന്തൊരു തിളപ്പാണ്. ഇന്ന് ആ ചോര എവിടെയാണ് ചേട്ടാ? ഞാൻ എടുത്ത് ചോദിക്കുകയാണ്. ആ തിളച്ച ചോര ഇപ്പോഴും ഇരിപ്പുണ്ടോ, അതോ ആ ചോര തണുത്ത് പറഞ്ഞ് കട്ടിയായി പോയോ? ഒന്ന് മറുപടി തരണേ. ഈ കാണുന്ന ഈ കറകളഞ്ഞ ബസ് പ്രേമികളും വണ്ടിപ്രാന്തന്മാരും വീഡിയോ കാണുന്നുണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് എനിക്കൊന്ന് റിപ്ലൈ തരണേ. എന്താ നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. ഗണേഷ് കുമാർ ആയിരുന്നല്ലോ പ്രശ്നം. അപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുന്നൊരു ചേട്ടൻ, ആ ചേട്ടൻ്റെ അടുത്ത് ഗണേഷ് കുമാറാണോ അതോ CP ജോൺ ആണോ അല്ലെങ്കിൽ ഇന്നത്തെ പൂക്കികളാണോ ഏറ്റവും നല്ലത്, അതോ പിണറായി വിജയൻ സഖാവിരിക്കുന്ന സമയത്തുള്ള ആളുകളാണോ നല്ലതെന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയുന്നൊരു മറുപടി കൂടെ ഉണ്ട്. ഒന്ന് കണ്ടുനോക്കാം. ഗണേഷ് കുമാർ ആയിരുന്നു ഗതാഗത മന്ത്രി എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ കേരളത്തിന് ഉണ്ടാവൂല. അയാള് നല്ല രീതിയിൽ കാര്യങ്ങൾ കടപ്പാടും ഒക്കെ കുറച്ചു കൊണ്ടുവന്നാണ്. അയാളുടെ പേഴ്സണലായിട്ട് അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, അത് മാനുഷിക പരിഗണന. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കേസല്ല. സംഘടനാ തലത്തില് ഭരണതലത്തില് അയാൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അതുകൊണ്ട് KSRTCയുടെ കടങ്ങള് വീടി 1-ാം തീയതി ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടി തുടങ്ങി. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ആയിരുന്നെങ്കിൽ കേരളത്തിന് ഈ അവസ്ഥ ഉണ്ടാവില്ല. ഗണേഷ് കുമാർ ഇന്ന് കണ്ടില്ലേ, ഇന്നിത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് സ്വകാര്യ ബസ് ജീവനക്കാരെ മാത്രമല്ല, ഓട്ടോ ഓടിച്ച് സ്വന്തം ജീവിതം സ്വന്തം വീട് നോക്കുന്ന കുറേ അധികം ചേട്ടന്മാരെയും പ്രായം ചെന്ന ആളുകളെയും ഒക്കെയാണ്. ഈ സ്വകാര്യ ബസ്സുകളിൽ അവർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും 50 രൂപ 60 രൂപ കുറഞ്ഞ 1 കിലോമീറ്റർ ഒക്കെ പോകുന്നതിനൊക്കെ മേടിക്കേണ്ടി വരും. ഇതിനിടയിൽ കൂടി മുടായ്പ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. അതായത് ഒരു ഓട്ടം വിളിച്ച് 1 കിലോമീറ്ററിനകത്തല്ല, ഒരു 200 മീറ്റർ 300 മീറ്റർ ഉള്ളെങ്കിലും മിനിമം ചാർജ് 500 രൂപയായിട്ട് മേടിക്കും. അത് അവരുടെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി, അല്ലാത്ത അത്ര പാടായിരിക്കും. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിയിൽ ഇവരെ എല്ലാവരും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സാധാരണക്കാരനായുള്ള ചേട്ടൻ പോലും, അദ്ദേഹത്തിനുള്ളൊരു ദീർഘവീക്ഷണം പോലും നമ്മുടെ ഈ നാട്ടിലെ മാധ്യമ പാപ്പരാസികൾക്കോ വലതുപക്ഷ അനുഭാവികൾക്കോ ഇല്ല എന്നുള്ളത് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. എന്തായാലും പിണറായി വിജയൻ പോയതോടുകൂടി വലിയ സന്തോഷമാണ്. പിണറായി വിജയനെ അങ്ങ് പൊട്ടിച്ച് കളയായിരുന്നു, അല്ലെങ്കിൽ വലതുപക്ഷം ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ കനത്തിന് കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അണ്ണാക്കും അന്നനാളമൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത്. എന്തു പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഒരു ദുരന്തമുണ്ടായ ആളുകളുടെ ജീവിതം പോയി, ഒരുപാട് ആളുകൾ മരണപ്പെട്ടാലും ആ മരണത്തിൻ്റെ ആ ഒരു മരണമുഖത്ത് നിൽക്കുമ്പോൾ പോലും ചിരിക്കുന്നൊരു മുഖ്യമന്ത്രി, ആ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ പോലും ചിരിക്കുന്നൊരു മുഖ്യമന്ത്രി. എന്ത് വിഷയങ്ങളുണ്ടായാലും നമ്മുടെ
നാട്ടിലെ ഈ യുവജനങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടാലും തൊഴിൽ രഹിതരായി നിന്നാലും അവരെല്ലാം ആ വിഷമങ്ങളിൽ പോലും ചിരിക്കുന്നൊരു മുഖ്യമന്ത്രി. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചിരിക്കുന്നത്? എല്ലായ്പ്പോഴും ചിരിക്കുന്ന ഒരാൾക്ക് ഈ സാധാരണക്കാരുടെ വേദന ഒന്നും അറിയില്ലെന്നേ. കാരണം ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കോടികളുടെ ആസ്തിയുണ്ട്. ഇനി ഉണ്ടാക്കാനുള്ളതിൽ ഈ ഒരു 5 വർഷം കൊണ്ട് അവരുണ്ടാക്കും. അതിനിടയിൽ പെട്ടുപോകുന്നത് അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഓരോ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായാലും ഈ പണി തന്നെ, അഹങ്കാരമുള്ളവന്മാർക്ക് ഈ പണി തന്നെ വേണം. അതിനിടയിൽ പെട്ടുപോകുന്ന കുറേ പാവങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് അവരെ അങ്ങനെ കളിയാക്കാൻ പറ്റില്ല. അവർ നല്ല രീതിയിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം ജൂൺ 15 മുഖ്യമന്ത്രിയും സംഘവും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കാണിച്ചു. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് അല്ലെ സ്വകാര്യ മേഖലയെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്, അല്ലെ അത് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കും. അതിലാരും വിഷമിക്കേണ്ട, ആർക്കും ഒരു ഉത്കണ്ഠ വേണ്ട. നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ പരിഗണനയിലുണ്ട്. കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രിയും ടീംസും പറഞ്ഞത്. എന്നാൽ ഇന്നിപ്പം ഒരു മാസം വീണ്ടും കഴിയുമ്പോൾ, ഇത് പറഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ എന്താണ് ഇവർ ഇനിഷ്യേറ്റീവ് എടുത്തതെന്നും എന്തിനെ പറ്റിയാണ് പഠിച്ചതെന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമൊന്നുമില്ല. അത് പറയുന്ന ആളുകൾക്കുമില്ല, കേൾക്കുന്ന ആളുകൾക്കുമില്ല. എന്തായാലും ഈ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് വഴിയിൽ പോയിരിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ച, അല്ലെ ഒരു കാര്യം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. സ്വകാര്യ ബസ്സുകളിൽ അകത്തും പുറത്തും പരസ്യം ഒട്ടിച്ചുകൊണ്ട് തന്നെ ടിക്കറ്റ് ഇതര വരുമാനം ഉണ്ടാക്കാമെന്ന് പറയുന്ന ഒരു സാധനവുമായിട്ടും നമ്മുടെ ബൂക്കികൾ വന്നിട്ടുണ്ട്. എന്തായാലും വികസന മാറ്റം വേണമല്ലോ. പിണറായി വിജയൻ തോൽക്കണമല്ലോ. നമ്മുടെ ഗണേഷ് കുമാർ ഇവിടുന്ന് പോകണമല്ലോ. അതൊക്കെ ആഗ്രഹിച്ച് ചെയ്തതല്ലേ. അടിച്ചു പൊളിച്ചോ.